അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് രാവിലെ ബാക്കിയൊക്കെ വന്ന ചപ്പാത്തി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ 4 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോ അധികം വലിപ്പമില്ലാത്ത കനം കുറഞ്ഞിട്ടുള്ള ചപ്പാത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 4 കനം കൂടുതലുള്ള കുറച്ച് വലിപ്പമുള്ള ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ചപ്പാത്തിയൊക്കെ എടുത്താൽ മതിയാകും. അപ്പൊ രാവിലെ നമ്മൾ ബാക്കി വന്നാൽ പിന്നെ വൈകുന്നേരം എടുക്കുമ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ ചപ്പാത്തിയോ അല്ലെങ്കിൽ നമ്മൾ ബാക്കി വന്നിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയോ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ചപ്പാത്തിയോ ഏത് ചപ്പാത്തി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇത് 2-3 കഷ്ണങ്ങളായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പൊ ചപ്പാത്തി ഇതാ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കൈ വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ദാ ചപ്പാത്തിയൊക്കെ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറി കിട്ടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാകും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് സവാള ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. സവാള ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടൊന്നും വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാബേജും ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. ക്യാപ്സിക്കം ഒരുപാട് വേവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ സോസൊക്കെ ചേർത്തിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ സ്പാച്ചിൽ വെച്ച് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് പൊടിഞ്ഞ് വന്നോളൂ.
അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താലും മതി. ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തിരിക്കണം, എന്നാൽ മാത്രമേ നല്ലോണം പൊടിഞ്ഞ് കിട്ടുള്ളൂ. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റിൽ നമ്മൾ കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. മല്ലിയിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്, ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മൈദ ഇതാ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന പച്ചരിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ ഈ കോൺഫ്ലവർ ചേർത്തിട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇതാ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ലൂസ് ബാറ്ററായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. ലാസ്റ്റിൽ പറയാം എത്ര വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഒരു ലൂസ് ബാറ്ററായിട്ട് ഇതാ കലക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒരു ലൂസ് ബാറ്ററാക്കി ഇതുപോലെ ഒന്ന് മാവ് കലക്കിയെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ബൗൾ എടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ച ചപ്പാത്തിയില്ലേ, അത് മുഴുവൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മിക്സില്ലേ, വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ മിക്സ്, ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇത് മുഴുവനും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇനി ഇതിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചപ്പാത്തിയിൽ ഉപ്പ് ചേർത്തിട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് മിക്സ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഉരുട്ടിയാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഉരുട്ടിയെടുത്തതിൽ നിന്നും ഒരു ഉരുള എടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 ബ്രെഡ് 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് മിക്സിയിലെ ചെറിയ ജാറിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്തെടുത്ത ഉരുള ഇതാ ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുറച്ച് എണ്ണ ഒന്ന് ഒരു കടായിലേക്ക് ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് എണ്ണ ചൂടാവരുത്, ഒരു മീഡിയം ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 2 സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് വശവും നല്ലോണം മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിയൊക്കെ നമുക്ക് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഇപ്പോൾ കണ്ടേ, ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്.
ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തും കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്